ഞാൻ രമ്യ ഹരിശങ്കർ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് തിരുവാതിരയല്ലേ. അമ്മ എപ്പോഴും പറയും തിരുവാതിരയ്ക്ക് കൂവ കഴിക്കണം, ഒരു നേരമെങ്കിലും കൂവ കഴിക്കണം. അത് സ്വീറ്റ് ആയിട്ടാണ് നമ്മൾ അതിൽ ശർക്കരയൊക്കെ ആഡ് ചെയ്തിട്ട്, അങ്ങനെ തേങ്ങ എല്ലാം ആഡ് ചെയ്തിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. സംതിങ് ലൈക്ക് പുഡിംഗ് ആയിട്ടോ, നമുക്ക് ജെല്ലി ആയിട്ടോ, ഹൽവ, അങ്ങനെയൊക്കെ നമുക്ക് തോന്നും കഴിച്ചു കഴിഞ്ഞാൽ. നല്ല സ്വീറ്റാണ്, നല്ല ടേസ്റ്റിയാണ്. കാരണം അതിൽ ശർക്കരയും എല്ലാം ആഡ് ചെയ്തിട്ടുള്ളതാണ്. കൂവ ഒന്നാമത് ഹെൽത്തിയാണ്, അതായത് ആരോ റൂട്ട് പൗഡർ ഭയങ്കര ഹെൽത്തിയാണ്. അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഓക്കെ, കൂവ വരട്ടിയതെന്ന് വിളിക്കാം. ഞാൻ ഒരു സോസ് പാനിലോട്ട്, നോൺ സ്റ്റിക്കിന്റെ പാനാണ് ഞാൻ വെച്ചിരിക്കുന്നത്, അപ്പൊ ഏതായാലും കുഴപ്പമില്ല. അതിലോട്ട് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ കൂവ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കൂവ എന്ന് പറഞ്ഞാൽ ആരോ റൂട്ട് പൗഡർ. പിന്നെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. പുതിയ വീട്ടിൽ വന്നിട്ട് ആദ്യത്തെ വീഡിയോ ആണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. ഇതിനു മുമ്പ് വരെ ഇട്ടുകൊണ്ടിരുന്നത് നേരത്തെ കോട്ടയത്ത് ഉണ്ടായിരുന്നപ്പോൾ ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോസ് ആണ്. കാരണം എനിക്കറിയാം പാക്കിങ്ങും അൺപാക്കിങ്ങും കാരണം ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നറിയാം. അതുകൊണ്ട് ഞാൻ ഓൾറെഡി കുറച്ച് വീഡിയോസ് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വെല്ലമാണ്, അതായത് ശർക്കര. ഞാനിവിടെ ഒരു 3 കട്ട വെല്ലം, അതായത് 3 ഞാൻ കുഞ്ഞ് സ്ക്വയർസ് ആണ് പറയുന്നത്, അച്ചായിട്ട് വരും. അങ്ങനെയുള്ള അച്ചിലാണ് ഞാൻ പറയുന്നത്. 3 അച്ച് വെല്ലം നമുക്ക് വേണം, അതായത് ശർക്കര വേണം. അല്ല ഉണ്ടയായിട്ടാണ് വരുന്നതെങ്കിൽ ഉണ്ടയായിട്ട് ശർക്കര വരുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു വലിയ ഉണ്ടയുടെ ഒരു പാതി മതിയാവും. അത് വെള്ളത്തില്, നമ്മുടെ സാധാരണ വെള്ളത്തില് കുറച്ച് ഒരു അരമണിക്കൂർ കുതിർത്ത് വെച്ചാൽ ഇതേമാതിരി അലിഞ്ഞു വരും. ഓക്കെ, അല്ലാതെ നമ്മൾ ഇട്ട് കുറുക്കിയതോ കുക്ക് ചെയ്തതോ ഒന്നും അല്ല ഇത്. സാധാരണ ടാപ്പ് വാട്ടറിൽ ആ 3 അച്ച് വെള്ളം ഞാൻ വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചു. അത് കുറച്ച് കഴിഞ്ഞാൽ അലിഞ്ഞു വരും. ആ വെള്ളം ഞാൻ ഒരു അരിപ്പയിൽ കൂടെ ഒഴിച്ച് ആ സോസ് പാനിലോട്ട്, നമ്മുടെ കൂവയിട്ട പാത്രത്തിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. നമ്മൾ ഇതിലാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഉണ്ടയാണെങ്കിൽ അതിന്റെ ഒരു പാതി മതിയാവും കേട്ടോ, ഒരു വലിയ ഉണ്ടയുടെ പാതി മതിയാവും ശർക്കര. ഞാൻ അതിലോട്ട് നമ്മൾ കുതിർത്ത് വെച്ച വെള്ളത്തിന്റെ അളവ് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 3/4 കപ്പ് വരും. അതിന്റെ കൂട്ടത്തിൽ ഞാൻ ഒരു 1/2 കപ്പ് കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ നമുക്ക് ഒരു 1.25 കപ്പ് വെള്ളം വേണ്ടി വരും. ഞാൻ ഒരു വിസ്ക് കൊണ്ട് സ്പീഡിൽ നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. കാരണം കൂവയിലെ കട്ട കുത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് വേഗം സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ വിസ്കൊക്കെ മാറ്റി വെച്ചിട്ട് കൈ കൊണ്ട് തന്നെ നന്നായി ഒന്ന് കട്ടയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുകയാണ്. അടുപ്പൊന്നും കത്തിച്ചിട്ടില്ലേ, ജസ്റ്റ് അല്ലാതെയാണ്. നമ്മൾ ഇനി കുക്ക് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ഇതെല്ലാം കട്ടയൊക്കെ ഉടഞ്ഞ ശേഷം വേണം നമുക്ക് അടുപ്പ് കത്തിക്കാൻ. ഓക്കെ, അപ്പോൾ കട്ടയെല്ലാം പോയിട്ടുണ്ട്. ഇനി ഞാൻ അടുപ്പ് കത്തിച്ചു. മീഡിയം ഫ്ലെയിമും അല്ല ലോ ഫ്ലെയിമും അല്ല, അതിൻ്റെ നടുക്ക് വെച്ചിട്ടുണ്ട് ഞാൻ. ഒരുപാട് ലോവും അല്ല ഒരുപാട് മീഡിയം അല്ല. അപ്പോൾ ഇനി നമുക്ക് ഇത് കുക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. പെട്ടെന്ന് എൻ്റെ ടെക്സ്ചർ മാറും. അതുകൊണ്ട് അടുത്ത് തന്നെ നിൽക്കുക, ഒന്നും വെച്ചിട്ട് എവിടെയും പോകരുത്. ഞാൻ കുറച്ച് ലേറ്റായി ഈ വീഡിയോ ഇടാൻ, കാരണം അത് വൈകുന്നേരം ഉണ്ടാക്കിയത്. പിന്നെ എഡിറ്റ് ചെയ്ത് വരുമ്പോഴേക്കും സമയം എടുത്തു. ഇപ്പം എന്തായാലും ഇപ്പം എല്ലാ കടയിലും പോയി വാങ്ങാൻ കിട്ടും. ഇന്ന് തിരുവാതിരയുണ്ട്, എല്ലാ പലചരക്ക് കടയിലും കൂവ ഉണ്ടാവും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോയിട്ട് ഇപ്പം തന്നെ ഉണ്ടാക്കാം. അല്ല ഇന്ന് തന്നെ ഉണ്ടാക്കണം എന്നൊന്നുമില്ല, ഇപ്പം വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞില്ല, ഒരു സ്വീറ്റാണ്, നല്ല ടേസ്റ്റുള്ള ഒരു സ്വീറ്റാണ്, ഹെൽത്തിയും ആണ്. സോ അതിൻ്റെ ടെക്സ്ചർ പെട്ടെന്ന് മാറും, അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കണം. ഉണ്ടാക്കാനും വളരെ ഈസിയാണ് കേട്ടോ. 10 മിനിറ്റിൽ നമുക്ക് ഇത് റെഡി ആയിട്ട് വരും. ആ വെള്ളം ഒന്ന് ഡ്രൈ ആവേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. പിന്നെ കൂവ ആയതുകൊണ്ട് പെട്ടെന്ന് വെള്ളം വലിച്ചെടുക്കുന്നുണ്ട്. ഈവൻ എനിക്ക് തോന്നുന്നു നമ്മള് കോൺഫ്ലോർ ഒക്കെ ആഡ് ചെയ്യില്ലേ, അതേമാതിരിയാണ്. സൂപ്പിലൊക്കെ കോൺഫ്ലോർ ആഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അതിന്റെ കൺസിസ്റ്റൻസി മാറി തിക്കായി വരില്ലേ, അതേമാതിരിയാണ് ഇത്. കുക്കായി വരുമ്പോൾ പെട്ടെന്ന് തിക്കാവുണ്ട്. നമ്മൾ ചക്കയൊക്കെ വരട്ടിയെടുക്കുന്ന പോലെ തന്നെയാണ് അതിന്റെ കൺസിസ്റ്റൻസി നമുക്ക് വരേണ്ടത്. പക്ഷെ ചക്ക വരട്ടുന്ന അത്ര സമയമൊന്നും വരില്ല. കണ്ടില്ലേ, ഇപ്പൊ തന്നെ എന്റെ സൈഡിലെല്ലാം തിക്കാവാൻ തുടങ്ങിയിട്ടുണ്ട്. അതാണ് ആ കട്ട കട്ട കാണുന്നത്. ഓൾറെഡി കുക്ക്ഡ് ആണ് അതെല്ലാം. ബാക്കിയുള്ളതെല്ലാം കൂടെ കുക്കായി വന്നു കഴിഞ്ഞാൽ നന്നായി വരട്ടിയെടുക്കണം നമുക്ക്. ഇത് അങ്ങനെ വരും, നമ്മൾ ചക്ക വരട്ടുന്ന മാതിരി തന്നെ വരും. അതാണ് ഞാൻ പറഞ്ഞത്. ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും കാണാൻ നമ്മുടെ ശരിക്കും ജെല്ലോ അതുമാതിരി ഉണ്ടാവും കാണാൻ. പക്ഷെ കുറച്ചുകൂടെ ക്ലിയർ ആയിരിക്കും. ശർക്കരയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ കുറച്ചുകൂടെ ക്ലിയർ ആയിരിക്കും, കുറച്ചുകൂടെ ഒരു വൈറ്റിഷ് കളർ ആയിരിക്കും. ഈ ഒരു കളർ മാറിയിട്ട് കുറച്ചുകൂടെ ഒരു വൈറ്റ് കളർ ആയിരിക്കും. കണ്ടില്ലേ, ഇപ്പൊ അതിന്റെ ടെക്സ്ചർ എല്ലാം മാറി, കുറച്ചുകൂടെ തിക്കായി. ഞാൻ ക്യാമറ ഒന്ന് മാറ്റി വെച്ചു, എനിക്ക് അവിടെ ഇരുന്നിട്ട് എന്തോ ലൈറ്റ് പോരാത്ത പോലെ തോന്നി. അതുകൊണ്ട് ഞാൻ ക്യാമറ ഒന്ന് ഫ്രണ്ടിലോട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ അതിലോട്ട്
നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയ നെയ്യാണ്. ഞാൻ ഓൾറെഡി വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല തരിതരിപ്പുള്ള നെയ്യാണ്. വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കാണുക. ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല തിക്കാവാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, അതിന്റെ കൺസിസ്റ്റൻസി എല്ലാം മാറി. പെട്ടെന്ന് തന്നെ ചേഞ്ച് ആയി. കൺസിസ്റ്റൻസി വളരെ പെട്ടെന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ശരിക്കും ചക്ക വരട്ടുന്ന മാതിരി വരട്ടിയെടുക്കണം. പെട്ടെന്നാവും. ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു 10 മിനിറ്റിൽ എനിക്കിത് കുക്കായി വന്നിട്ടുണ്ട്. ഞാൻ തീ കുറച്ചു ലോ ഫ്ലെയിമിലേക്കാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൂവ റെഡിയാവും. തിരുവാതിരയ്ക്ക് കഴിക്കണം എന്നാണ് അമ്മ എപ്പോഴും പറയാറുള്ളത്. ഞാൻ അതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം എന്തായാലും 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് നോക്കൂ. എന്നിട്ട് ഞാൻ ആഡ് ചെയ്തിട്ട് ഞാൻ വേണമെങ്കിൽ അപ്പോൾ പറയാം. ഇനിയും ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം ഉറപ്പായിട്ടും. പിന്നെ ഫ്ലേവർ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അത് ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല ഫ്ലേവർ വരും. പക്ഷെ ഞാൻ ആഡ് ചെയ്യുന്നില്ല, കാരണം എനിക്ക് ഏലക്കയുടെ മണം അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. തേങ്ങ ആഡ് ചെയ്ത ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നെയ്യ് തെളിഞ്ഞു വരുന്ന പാകമാണ്. അത് ആയി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്ന ആവശ്യം മാത്രമേ ഉള്ളൂ. കഴിക്കുക അല്ലെങ്കിൽ കഴിക്കുക, അല്ലെങ്കിൽ എടുത്തു വെക്കാം. ഓക്കെ, ഞാൻ അതിലോട്ട് കുറച്ചുകൂടെ ഒരു 1/2 ടേബിൾ സ്പൂൺ കൂടെ തേങ്ങ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഞാൻ അതിലോട്ട് ഒരു നുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു പഞ്ചസാരയുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ശർക്കരയുടെ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നെയ്യ് പോരാ എങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. നോക്കിയിട്ട് മാത്രം ആഡ് ചെയ്യാം. ഞാനിപ്പോൾ എന്തായാലും ആ ഒരു 1/2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തത് മതി. പിന്നെ നമുക്ക് അവസാനം തീ ഓഫ് ചെയ്ത ശേഷം ഞാൻ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം എന്തായാലും ഇത് മതി. കണ്ടില്ലേ, എൻ്റെ ടെക്സ്ചറേ മാറി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ തിക്കായി. പാനിൽ നിന്നും വിട്ടു വരുന്ന പാകം കണ്ടില്ലേ, പാനിൽ നിന്നും വിട്ടു വന്നിട്ടുണ്ട്. നമുക്ക് ഇളക്കി നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഞാനിപ്പോൾ ഒരു വിസ്കോണ്ടാണ് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, നല്ല തിക്കായിട്ട്. ഇനി ഓഫ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ തിക്കാവും. ശരിക്കും നമ്മുടെ ജെല്ലി അല്ലെങ്കിൽ പുഡിംഗ് മാതിരി തന്നെ ആവും. നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. കഴിഞ്ഞു. ഞാൻ തീ ഓഫ് ചെയ്യാൻ പോവാണ്. തീ ഓഫ് ചെയ്ത ശേഷം ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടെ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇനി ആഡ് ചെയ്ത് കൊടുക്കണം. അതിന്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞില്ലേ, കുറച്ചുകൂടെ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കണം പറഞ്ഞില്ലേ, അതും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ കാണുമ്പോൾ ഡ്രിപ്പിംഗ് മാതിരി ഉണ്ടാവും. അല്ല, നമുക്ക് തീ ഓഫ് ചെയ്യുമ്പോൾ ഇനിയും കട്ടിയാവും. അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ ഞാൻ തീ ഓഫ് ചെയ്യാണ്. ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആ തേങ്ങയും ഒരു 1/2 ടേബിൾ സ്പൂൺ കൂടെ നെയ്യും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഫ്ലേവറും എല്ലാം കറക്റ്റായിട്ട് വരും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമ്മുടെ കൂവ വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. ഞാൻ പറഞ്ഞ മാതിരി ശർക്കര വേണമെന്നില്ല, നമുക്ക് പഞ്ചസാര വെച്ച് ചെയ്യാം. ആരോറൂട്ട് പൗഡർ കൊണ്ട് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. വളരെ ഹെൽത്തിയാണ് നമ്മുടെ ദേഹത്തിന്. അപ്പോൾ ഇന്ന് തിരുവാതിരയായിട്ട് എല്ലാവരും വ്രതം എടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാ കടയിലും കിട്ടും. ഇന്ന് തിരുവാതിര ആയതുകൊണ്ട് എല്ലാ പലചരക്ക് കടയിലും ഈ കൂവ എന്തായാലും കിട്ടും, അവൈലബിൾ ആണ്. അപ്പോൾ ഇത് അമ്മ കൊടുത്തു വിട്ടാണ് കേട്ടോ. കൂവ അനിയൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടാണ്. അനിയൻ വന്നിട്ടുണ്ട്. അപ്പോൾ പാലക്കാട് നിന്ന് കൊടുത്തു വിട്ടാണ്. ഞാൻ ഓഫ് ചെയ്തു, തീ ഓഫ് ചെയ്തു. അതിന്റെ കൺസിസ്റ്റൻസി ഒക്കെ മാറിയിട്ടുണ്ട്. ഇനി ഞാൻ അതിലോട്ട് കുറച്ച് നെയ്യും, ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യും, 1 ടേബിൾ സ്പൂൺ തേങ്ങയും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ തീ ഓഫ് ചെയ്ത ശേഷമാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോഴേക്കും നല്ല തിക്കായിട്ട് ശരിക്കും ജെല്ലി മാതിരി വരും, അല്ലെങ്കിൽ പുഡിംഗ് മാതിരി ആയിട്ട് വരും. ഞാൻ കാണിച്ചു തരാം എൻ്റെ കൺസിസ്റ്റൻസി. ഒന്ന് ചൂടാറിയ ശേഷം കാണിച്ചു തരാം. ആ ചൂടിൽ തന്നെ ആ നെയ്യൊക്കെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ആ നെയ്യും തേങ്ങയും കൂടെ മിക്സ് ചെയ്യുക. കണ്ടില്ലേ, ഇപ്പം തന്നെ എൻ്റെ തിക്കായി. തീ ഓഫ് ചെയ്ത് തന്നെ ആ പാനിൽ നിന്നും വിട്ടു വരുന്ന പാകമായിട്ടുണ്ട്. ഇനിയും അത് തിക്കാവും. തൊട്ട് നോക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാൻ പാടില്ല. അങ്ങനെ ആയിരിക്കണം കൺസിസ്റ്റൻസി. ചൂടാറി കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം അത് എങ്ങനെയാണെന്നുള്ളത്. ഇനി ഞാനിത് സെർവ് ചെയ്യാൻ പോകണേ. ഞാൻ ഒരു ബൗളിലാക്കിയിട്ട് കാണിച്ചു തരാം. ഇപ്പം കണ്ടില്ലേ, നമ്മുടെ കൂവ വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ജെല്ലി മാതിരി. ഇളക്കുമ്പോൾ ജെല്ലി മാതിരിയാണ് ഇരിക്കുന്നത്. തൊട്ട് നോക്കുമ്പോൾ കാണിച്ചു തരാം. കണ്ടില്ലേ, തൊട്ട് നോക്കുമ്പോൾ അത് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നില്ല. ജസ്റ്റ് ആ നെയ്യും
മാത്രമേ വരുന്നുള്ളൂ നമുക്ക് കയ്യിൽ. അല്ലാതെ കൂവ ഒട്ടിപ്പിടിക്കുന്നില്ല. ഒരു സോസ് മാതിരി ഒന്നുമല്ല, നല്ല ശരിക്കും പുഡിംഗ് മാതിരിയോ. നമുക്ക് ഇത് ഏതെങ്കിലും പ്ലേറ്റിൽ വെച്ചിട്ട് ആ ഷേപ്പ് വരുത്താൻ പറ്റും. അങ്ങനെയാണ് ഇരിക്കുന്നത്. നമുക്ക് ഏത് ഷേപ്പിലും വേണമെങ്കിലും മോൾഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.